അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇത് ഞങ്ങളുടെ നാടായ ചെട്ടിപ്പടി ഹാർബറിൻ്റെ ഒരു പ്രദേശമാണിത്. ചെട്ടിപ്പടി ഹാർബർ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ഇതിവിടെ ഒരുപാട് വള്ളങ്ങളുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള വള്ളങ്ങളെ പോലെയല്ല പഴയ കാലത്തുള്ള വള്ളങ്ങൾ. പഴയ കാലത്തുള്ളതായ ചുണ്ടൻ വള്ളങ്ങളും ഇപ്പോഴുള്ള ഫൈബർ ബോട്ടുകാരും അധ്വാനിക്കുന്ന അധ്വാനങ്ങൾ സംബന്ധിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഒരുപാട് കൂട്ടുകാരിപ്പം ഫൈബർ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷമെന്ന് പറയുന്നു. നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഉണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മുടെ നൂറുൽ ഇസ്ലാം വള്ളത്തിൻ്റെ കിസ് പ്രോഗ്രാമൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. വളരെ സന്തോഷം. പക്ഷേ പ്രോഗ്രാമിൽ തന്നെ പ്രേക്ഷകർ തന്നെ ആരും തന്നെ ഉത്തരം പറയുന്നുണ്ട്. ഇനി ദയവ് ചെയ്ത് പ്രേക്ഷകരാരും തന്നെ ഉത്തരം പറയരുത്. ഞങ്ങളെപ്പോലത്തെ ആളുകൾ ഉത്തരം പറയുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. നിങ്ങൾ പറഞ്ഞാൽ മതി. ഇസ്ലാമിന്റെ വള്ളക്കാരൻ എന്ത് ചെയ്യുക, ചോദ്യം ചോദിക്കുക, ഞങ്ങൾ കമന്റിലേക്കാം. അതായത് പ്രേക്ഷകർ ഒരിക്കലും ആ സമയത്ത് ഉത്തരം പറയരുത്. കമന്റിൽ അയക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഉത്തരം പറഞ്ഞത്. അത് അൽഹംദുലില്ലാഹ്. പക്ഷേ ചില ആൾക്ക് നെറ്റ് ഓൺലൈൻ ഉണ്ടാവും, ചിലപ്പോൾ ഓൺലൈൻ ഉണ്ടാവില്ല. ഈ ഒരു വിഷയം കൊണ്ടാണ് നമ്മളെ മത്സ്യത്തൊഴിലാളി വറുതിയിലേക്കാണ് പോണത്. പണിയില്ല, പലപ്പണിയാണ്. ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളൊക്കെ വളരെ വറുതിയിലേക്കാണ് പോകുന്നത്. ഒരുപാട് സ്ഥാപനങ്ങൾ സഹായിക്കുന്നവരാണ്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തെ മത്സ്യത്തൊഴിലാളികളും പഴയ കാലത്തുള്ളതായ മത്സ്യത്തൊഴിലാളികളും തമ്മിൽ വ്യത്യാസമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ പഴയ കാലത്ത് വെച്ചാൽ ഇപ്പോഴാണ് ഈ ആധുനിക യുഗം വന്നത്. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ആധുനിക യുഗം ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ദിവസങ്ങളും ആഴ്ചകളും സെക്കൻഡുകളും മിനിറ്റുകളൊക്കെ അധികമനുസരിച്ച് ഓരോ കണ്ടുപിടുത്തങ്ങളാണ് ജനങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ കാലത്ത് അധ്വാനിച്ച പഴയ കാലത്ത് എന്ന് വെച്ചാൽ ഈ ഹാർബറും ഇങ്ങനത്തെ സമ്പ്രദായങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അന്ന് ജനങ്ങൾ രാവിലെ സുബഹി നിസ്കരിച്ചിട്ടോ അല്ലെങ്കിൽ സുബഹി നിസ്കാരത്തിന് മുമ്പോ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ മത്സ്യബന്ധനത്തിന് വേണ്ടി പോയത്. നമുക്കറിയാം, ഇതൊന്നും വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നാലും എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ സഹോദരന്മാരോട്, ഞാൻ സ്നേഹിക്കുന്നവരോട്, എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, അതിൻ്റെ അധ്വാനം മൻജദ്ദ വജദ, ആരെങ്കിലും അധ്വാനിച്ചു കഴിഞ്ഞാൽ അവൻ അതിനെ എത്തിക്കും എന്നാണ് നമ്മളൊക്കെ പഠിച്ചത്. പഴയ കാലത്തുള്ള ചുണ്ടൻ വള്ളം, 2 കട്ടയുള്ള ചുണ്ടൻ വള്ളം, മുൻഭാഗത്തും കട്ട പിൻഭാഗത്തും കട്ട, അതിന് കൊമ്പ് എന്ന് പറയും. അമരത്തും കട്ടയുണ്ട്, അണിയത്തും കട്ടയുണ്ട്. അന്നത്തെ കാലത്തൊക്കെ പഴയ കാലത്ത് ചുണ്ടൻ വള്ളം വരുന്നതിന് മുമ്പ് ബലക്കാർ തോന്നുന്ന ഒരു സമ്പ്രദായമുള്ളത്. എന്താണ് ഈ ബലക്കാർ എന്ന് പറഞ്ഞാൽ? ഇഞ്ചനൊന്നും ഇല്ലാതെ തൊഴിഞ്ഞുകൊണ്ട് തണ്ടും ചുക്കാനൊക്കെ വലിച്ചു കൊണ്ട് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ അവരങ്ങനെ തുഴഞ്ഞുകൊണ്ട് വല വീശിക്കൊണ്ട്